ഹദീസുകളെ യാതൊരു ലജ്ജയുമില്ലാതെ ബലഹീനമാക്കുന്നതിനെ സ്വന്തം കൂടാരത്തിലെ ശിഷ്യൻ വിമർശിക്കുന്നത് കാണൂ. ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഈ ഹദീസിനെ എങ്ങനെയാണ് സമീപിച്ചത്? അവരിങ്ങനെ പുറംകാല് കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? അവർക്ക് ഈ ഹദീസിന് വല്ല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഇനി ആ ശിഷ്യൻ തന്നെ ഹദീസിനെ പരിഹസിക്കുന്ന രംഗം കാണൂ. സഹീഹ് ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ, ഇമാം ബുഖാരി മഅ്സൂമാണെന്നോ, ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. അവരിങ്ങനെ പുറംകാല് കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. ഹദീസുകളെ പരിഹസിക്കുന്ന ഗുരുക്കന്മാരോട് ഒരു കുട്ടി മുജാഹിദ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല, 2 എണ്ണം കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ലഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ സാധ്യമല്ല. ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹദീസ് പോലും ലഈഫുള്ളതായിട്ട് ആർക്കും കാണിക്കാൻ